കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ കുട്ടികളുടെ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പം ഇന്നീ തൊട്ട് ലീവാണ്. അപ്പോൾ ഇന്ന് താമസിച്ച് എണ്ണിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓർത്തത് ഹസ്ബൻഡിന് ജോലിയുണ്ട്. അപ്പം രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് എണ്ണിറ്റപ്പോഴേക്കും 7:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഫുഡൊക്കെ തയ്യാറാക്കണം. അപ്പം നേരെ എണ്ണീറ്റു, ബെഡൊക്കെ വിരിച്ചു. മക്കൾ എണ്ണീറ്റില്ല കേട്ടോ, ലീവായതുകൊണ്ട് അവർ നല്ല ഉറക്കമാണ്. ഞങ്ങൾ രണ്ടുപേരും എണ്ണീറ്റു. ഇനി നേരെ പോയി പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നേരത്തെ വെയിൽ വന്നിട്ടുണ്ട്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ കുറേ കട്ടയൊക്കെ ചുമന്നായിരുന്നു. നമ്മുടെ വീട് പണിയാണല്ലോ, അപ്പം അതിൻ്റെ ടയേർഡായി അങ്ങ് ഉറങ്ങിപ്പോയി. നേരെ വന്ന് പല്ല് തേച്ചു. മുറ്റത്തിറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. പല്ല് തേച്ച് മുഖം കഴുകി പിന്നെ ഞാൻ പോയത് അടുക്കളയിലായിരുന്നു. ഇനിയിപ്പോൾ കറി വെക്കാനുണ്ടായിരുന്നു, കാപ്പിക്ക് ഉണ്ടാക്കണമായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തൊരു മെഴുക്ക് പുരട്ടി വെച്ചു. അത് ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ബീട്രൂട്ട് കൂടുതൽ കഴിക്കാത്ത മക്കൾ ഒട്ടും കഴിക്കുകയില്ല. ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അപ്പം അത് ഞാൻ രാവിലെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം അരിഞ്ഞ് തോരനും വെച്ചു. പിന്നെ ഇന്നലെ വറുത്ത മീനുണ്ടായിരുന്നു, മത്തിമീനായിരുന്നു കേട്ടോ, ചെറിയ മീനാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ കടല വേകാനായിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 4ാമത്തെ വിസിലടിച്ചു കേട്ടോ. പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ പുട്ടുണ്ടാക്കി, രാവിലെ കാപ്പി കൊടുക്കണമല്ലോ. ആ നേരം കൊണ്ട് കടലക്കറി റെഡി ആയിട്ടോ, തേങ്ങ അരച്ച് കടലക്കറി റെഡിയാക്കി എടുത്തു. അന്നേരത്തേക്ക് ഹസ്ബൻഡ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടും കടലക്കറിയും കൂടെ ഹസ്ബൻഡിന് കൊടുത്തു. അതേസമയം മക്കൾ എണ്ണീറ്റെന്ന് തോന്നുന്നു, അവർ പല്ല് തേക്കാൻ പോയിട്ടുണ്ട്. ഇനി അവർക്കും കാപ്പി കൊടുക്കണം. ഇനി ചേട്ടന് കൊണ്ടുപോകാനായിട്ട് ചോറ് വിളമ്പണം. പാത്രത്തിൽ ചോറ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ മത്തിമീൻ 4 ഉണ്ടായിരുന്നു, ആ 4 അങ്ങ് വെച്ച് കൊടുത്തു. ഞങ്ങൾക്ക് പിന്നെ എടുത്ത് സമയം കിട്ടുമ്പോൾ വെട്ടി വറുക്കാലോ എന്നോർത്തിട്ട് അത് മുഴുവൻ എടുത്ത് വെച്ചു. പിന്നെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങുമായിട്ടുള്ള മെഴുക്ക് പുരട്ടി ഒരു സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ട മാങ്ങാച്ചാറാണ് കേട്ടോ. മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പം മാങ്ങാച്ചാറും കൂടെ വെച്ച് കൊടുത്തു. ഇതെല്ലാം ഓരോ പാത്രത്തിലാക്കണമെങ്കിൽ കുറേ പാത്രം കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ടാണ് ഓരോ സൈഡിലോട്ട് വെക്കുന്നത്. അങ്ങനെ ഇത് ഫില്ലായിട്ടുണ്ട്. അപ്പം ഇത് അടച്ചിട്ട് ഇനിയിപ്പോൾ ചാറുകറി എടുക്കണം. പിന്നെ ഒരു തോരനും കൂടെ ഉണ്ട്, അതും കൂടെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചെറിയ പാത്രം ഉണ്ടായിരുന്നു, അതിലേക്ക് കടലക്കറി എടുത്തിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു, ഒരു രക്ഷയില്ല. തണുക്കാൻ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റിയല്ലോ, സമയമായി പോയി. അപ്പം കടലക്കറിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു പാത്രവും വെച്ച് അതിനകത്ത് ബീൻസ് തോരനും കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ പോകാനുള്ള ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറിലാണ് ഇതൊക്കെ ഞാൻ ചെയ്തത് കേട്ടോ. എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു. പക്ഷേ ഒരു പണിയായി പോയിട്ട് എല്ലാം ഇച്ചിരിയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ളത് വേറെ ഉണ്ടാക്കണം. ഇപ്പോഴേക്ക് മക്കൾ പല്ലൊക്കെ തേച്ചിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവർക്കും കൂടെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് പുട്ടും കടലക്കറിയും കൊടുത്ത് രണ്ടുപേരും ഒരു പാത്രത്തിലാണ് കഴിക്കുന്നത് കേട്ടോ. അതെപ്പോഴും അവരങ്ങനെയാണ്, ഒരു പാത്രത്തിലേ കഴിക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ വീടൊക്കെ ഒന്ന് തൂക്കണമായിരുന്നു. വീടൊക്കെ തൂത്തുവാരി ഇപ്പോഴത്തെ പണിക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനി അവർക്ക് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളം പിടിക്കാനുണ്ട് പാത്രത്തിലൊക്കെ. വേറെ പണികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അലക്കാനുണ്ട്, തേച്ച് മിഴക്കാനുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഏകദേശം സമയം 9:45 കഴിഞ്ഞു കേട്ടോ. എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്. അപ്പം എന്നാൽ ഞാനും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും അരക്കുറ്റി പുട്ടും കടലക്കറിയൊക്കെ എടുത്തു. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പണിക്കാർക്ക് സിമെൻറ്റൊക്കെ കുഴയ്ക്കാനായിട്ട് കുറ്റി നിറച്ച് വെള്ളം പിടിച്ചിടണമായിരുന്നു. അയ്യോ, ആ ഒരു കാര്യം ഞാൻ മറന്നുപോയി. മോട്ടർ ഇടാനായിട്ട് മറന്നുപോയിരുന്നു. അപ്പോൾ അവർ വന്നു ചോദിച്ചു. അന്നേരത്തേക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മക്കളോട് പറഞ്ഞു ആ മോട്ടർ ഒന്ന് ഇടാനായിട്ട്. അപ്പോൾ അവരതിട്ടു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.